വാർത്ത പുറത്തു വരുമ്പോൾ ഒരു ബേജാറുണ്ടോ? എന്തിനാ അരുൺകുമാർ ഞങ്ങൾക്ക് ബേജാറ്? ഇവര് അവിടെ നീലപ്പെട്ടി ഉണ്ടാക്കി, അത് കഴിഞ്ഞ് സ്പിരിറ്റ്, കള്ളപ്പണം, എന്തൊക്കെ ആരോപണം പറഞ്ഞു. അവസാനം കേരളത്തിന്റെ പൊതുസമൂഹം എല്ലാം തിരിച്ചറിഞ്ഞല്ലോ. എനിക്ക് എക്കോ വരുന്നുണ്ടേ, പരിഹരിക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഇരട്ട വോട്ട് അല്ലെങ്കിൽ കള്ള വോട്ട് എന്നൊക്കെ പറയുന്നത്, ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ ചേർക്കുന്നത് ബൂത്ത് ലെവൽ ഏജന്റുമാർ ഉണ്ടല്ലോ ഓരോ പാർട്ടിക്കും. അതുകൂടാതെ ബൂത്ത് ലെവൽ ഓഫീസർമാരും ഉണ്ട്, BLOമാർ. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ സർക്കാർ ഉദ്യോഗസ്ഥരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഈ ഇലക്ഷന് 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പാണ് CPMൻ്റെ ബൂത്ത് ലെവൽ ഏജൻറ്റുമാർ ഇതറിയുന്നത്. അങ്ങനെയാണോ നമ്മൾ വിചാരിക്കേണ്ടത്? ഇത് ഇലക്ഷൻ്റെ മുമ്പിൽ സൃഷ്ടിക്കുന്ന ഒരു ഗിമ്മിക്കായിട്ട് മാത്രം നമ്മൾ ഇതിനെ കണ്ടാൽ മതി. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ സരിൻ വോട്ട് ചേർത്തു എന്നാണ് ഇപ്പോൾ LDFൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ചേർത്തു. ആയിക്കോട്ടെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 6 മാസം തികഞ്ഞിട്ടില്ലല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അദ്ദേഹം പാലക്കാടാണോ വോട്ട് ചെയ്തത്? ആണോ? എനിക്ക് അറിയില്ല. ആണെങ്കിൽ അത് പറയണം. അങ്ങനെയാണെങ്കിൽ 6 മാസം തുടർച്ചയായിട്ട് അദ്ദേഹം അവിടെ താമസിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും 6 മാസം അവിടെ തുടർച്ചയായിട്ട് താമസിക്കണമല്ലോ സ്വാഭാവികമായിട്ടും വോട്ട് ചേർക്കണമെങ്കിൽ. അല്ലെങ്കിൽ ഭർത്താവ് അവിടെ താമസിച്ചത് കൊണ്ട് ഭാര്യ 6 മാസം തുടർച്ചയായിട്ട് താമസിച്ചില്ലെങ്കിൽ ഭാര്യയുടെ വോട്ട് ചേർക്കാൻ പറ്റുമോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഒന്നാമത്തെ കാര്യം അത്. 2, ഇതിൽ ഈ ഇലക്ഷൻ കമ്മീഷനാണല്ലോ ഇതിൽ മറുപടി പറയേണ്ടത്. വ്യാജ ID കാർഡ്, ഒരാൾക്ക് 2 ID കാർഡുണ്ട്, 2 ID നമ്പറുണ്ട്. അപ്പോൾ ആ ID നമ്പർ വെച്ചിട്ട് വ്യാജ വോട്ട് ചേർത്തു എന്നാണ് പറയുന്നത്. നമ്മളൊരു വ്യാജ ID കാർഡ് നമ്പർ വെച്ചിട്ട് എങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ വോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുക? ഇതിന് കുറേ പ്രോസസ്സുകളില്ലേ, പ്രൊസീജിയേഴ്സ് ഇല്ലേ? അപ്പോൾ കംപ്ലീറ്റ് ഇവർ പറഞ്ഞ വാദം അംഗീകരിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഇലക്ഷൻ കമ്മീഷനും സർക്കാർ സംവിധാനങ്ങളും BLOമാരും മുഴുവൻ സംവിധാനങ്ങളും വ്യാജ വോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട്, കള്ള ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കി ഇരട്ട വോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഒത്താശ ചെയ്തു. സ്വാഭാവികമായിട്ടും അത് UDFനായിരിക്കില്ലല്ലോ സഹായകരം. UDFനെ സഹായിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരോ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇലക്ഷൻ കമ്മീഷന് ഒന്നും ഉണ്ടാകില്ല. സ്വാഭാവികമായിട്ട് UDFലേക്കല്ല ഇതിൻ്റെ ആരോപണം വരുന്നത്, LDFനും BJPക്കും തന്നെയാണ് ഇതിൻ്റെ ആരോപണത്തിൻ്റെ കുന്തമുന നീണ്ടു ചെല്ലുന്നത്. ഓക്കെ, Debate with Dr. Arun Kumar.